കേരളത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് ഇനി ആര് സി എം ആയിട്ട് വരും. അതായത് LDF തോറ്റു, പിണറായി വിജയൻ്റെ സർക്കാർ ഇറങ്ങി, UDF അധികാരത്തിലോട്ട് കയറി. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടി നടന്നുകൊണ്ടിരിക്കുന്നത് UDF പാർട്ടിക്കകത്ത് തന്നെയാണ് അടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് CM ആവാനുള്ള പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള അടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. അതായത് ഒരു ഭാഗത്ത് VD സതീശനുണ്ട്, ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തലയുണ്ട്, ഒരു ഭാഗത്ത് KC വേണുഗോപാലുണ്ട്. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹം VD സതീശൻ വരണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ KCനെ ആക്കാനാണ് തീരുമാനം. പാർട്ടിയുടെ തീരുമാനം മറ്റേ ഹൈക്കമാൻഡൊക്കെ തീരുമാനിക്കുന്നത്, ഫേവർ ചെയ്തിരിക്കുന്നത് KCനെയാണ്. അപ്പോൾ KCനെ ഇവർ തീരുമാനിക്കുന്ന സമയത്ത് VD സതീശനാണ് നാട്ടുകാർക്കല്ല, എനിക്കും പേഴ്സണലി ഇഷ്ടം. ബാക്കിയുള്ള കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും VD സതീശൻ്റെ വോട്ട് ഫേസ് കണ്ടിട്ടാണ് എല്ലാവരും വോട്ട് ചെയ്തത്. അല്ലാണ്ട് UDFനോട് പ്രത്യേകം സ്നേഹം കൊണ്ടൊന്നുമല്ല. പിണറായി സർക്കാരൊന്ന് ഇറങ്ങണം, ഒരു മാറ്റത്തിന് അനിവാര്യമായിട്ട് തോന്നി. അതുകൊണ്ട് പിണറായി സർക്കാർ LDF ജയിക്കുന്ന സ്ഥലത്ത് പോലും UDF ജയിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ CM ആയിട്ട് വരുന്നത് VD സതീശനാണെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് UDF ഇത്രയും സീറ്റ്സിലോട്ട് ജയിച്ചത്. അപ്പോൾ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം KC ആണ് വരുന്നതെന്ന് കണ്ടപ്പോഴത്തേക്കും ആൾക്കാർക്കൊക്കെ അങ്ങോട്ട് ഫ്ലിപ്പായിപ്പോയി. KC ഇപ്പോൾ CM ആയിട്ട് വരികയാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ KC ഇപ്പോൾ ഓൾറെഡി ഒരു MP സ്ഥാനത്ത് ഇപ്പോൾ ഓൾറെഡി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് പുള്ളിക്ക് ആ MP സ്ഥാനം രാജിവെക്കണം. ഇപ്പോൾ CM പോസ്റ്റിലോട്ട് CMലോട്ട് ആവണമെങ്കിൽ, മറ്റേ CMൻ്റെ ഇതിലോട്ട് കയറണമെങ്കിൽ പുള്ളിക്ക് ആ MP സ്ഥാനം രാജിവെച്ചിട്ട് ഒരു ബൈ ഇലക്ഷൻ നേരിടണം. പക്ഷേ ഈ ബൈ ഇലക്ഷൻ 6 മാസത്തിനുള്ളിൽ എടുത്താൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ KCക്ക് ഇപ്പോൾ ചെയ്യാവുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പുള്ളിക്കാരന് CM ആയിട്ട് ബാക്കി പാർട്ടിക്കാരൊക്കെ പറയുക CM ആയിട്ട് KC മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു 6 മാസം എങ്ങനെയെങ്കിലും CM ആയിട്ട് നിൽക്കാൻ പറ്റും. ഒരു 6 മാസത്തേക്ക് നിൽക്കാൻ പറ്റും. ആ 6 മാസം കാലാവധിയിൽ ഒരു ബൈ ഇലക്ഷൻ നടത്തുന്നത്, ആ ബൈ ഇലക്ഷൻ ജയിക്കണം. ആ ബൈ ഇലക്ഷൻ ജയിച്ചാൽ മാത്രം പുള്ളിക്കാരൻ CM ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. അല്ലാത്ത പക്ഷം പുള്ളിക്കാരൻ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ MP സ്ഥാനം പോവും, CM പദവി പോവും, പിന്നെ ഉള്ള കയ്യിലുണ്ടായിരുന്ന സാധനം പോയെന്ന് പറഞ്ഞ അവസ്ഥയായി പോവും. അതായത് ഈ കേരളത്തിലുള്ള ആൾക്കാർ തന്നെയല്ലേ വോട്ട് ചെയ്ത്. പുള്ളിക്കാരൻ ഒരു ബൈ ഇലക്ഷൻ വന്നാൽ തന്നെ പുള്ളിക്കാരനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കേണ്ട ഒരു കടമ കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെയല്ലേ. അപ്പോൾ കേരളത്തിൽ ഇയാൾ ഒരു ബൈ ഇലക്ഷനിൽ നിന്നാൽ തന്നെ നാട്ടുകാർക്കൊക്കെ അറിയും ഇയാൾ ജയിച്ചു കഴിഞ്ഞാൽ CM ആവും, പ്രശ്നമാവും എന്ന് പറയുകൊണ്ട് ആരും വോട്ട് ചെയ്യത്തില്ല. അതായത് KC ആണോ VD സതീശനാണോ വരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരുടെ ആഗ്രഹം എന്ന് പറയുന്നത് VD സതീശനാണ്. VD സതീശൻ മതി മുഖ്യമന്ത്രി. നമ്മളൊരു പാർട്ടിക്കാരൻ, നമ്മൾ ഇപ്പോൾ നിങ്ങൾ LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, നിങ്ങളൊരു പാർട്ടിയെ ജയിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ നേതാവ് ഇതാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല നിങ്ങൾ ഓരോ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും VD സതീശൻ CM ആയി വരുമെന്ന് പ്രതീക്ഷ കൊണ്ടാണ് UDFന് വോട്ട് ചെയ്ത് ഇത്രയും സീറ്റ്സിലൂടെ ജയിപ്പിച്ചെടുത്തത്. അപ്പോൾ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം VD സതീശനല്ല ഈ പുള്ളിക്കാരനാണ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പുള്ളിക്കാരൻ എനിക്ക് 100% പറഞ്ഞ് ഉറപ്പിക്കാൻ പറ്റും. അതായത് ഇനി പുള്ളിക്കാരനെ അല്ലെ VD സതീശനെ മാറ്റി നിർത്തിയിട്ട് ഇതേപോലെ VCനെ തന്നെ നിർത്തുകയാണെങ്കിൽ 8 നില പുള്ളിക്കാർ ബൈ ഇലക്ഷനിൽ 8 നില പൊട്ടും. അത് 100% ഉറപ്പാണ്. അപ്പോൾ ഇത് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലുണ്ടായിരുന്ന MP സ്ഥാനവും പോയി, നാണം കെട്ട് തോൽവിയും നേടിയിട്ടു, CM പോസ്റ്റും കിട്ടത്തില്ല. ആ ഒരു അവസ്ഥയായി പോകും. അതിൻ്റെ ആവശ്യമില്ല KCക്ക്. KC ഹൈക്കമാൻഡ് നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഓൾറെഡി ഒരു സ്റ്റാൻഡിങ് MP ആണ്. അപ്പോൾ എന്തിനാണ് പുള്ളിക്കാരൻ ആ സ്ഥാനം രാജിവെപ്പിച്ചിട്ട് എന്തിനാണ് ഇവിടുത്തെ CM ആക്കുന്നത്? നമുക്ക് VD സതീശൻ എന്ന് പറഞ്ഞ ആൾ അത്ര മോശമല്ല, അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. അതായത് 10 വർഷം LDF ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പാർട്ടിക്ക് പ്രോപ്പറായിട്ടൊരു 40-30 സീറ്റ് പോലും ഒപ്പിക്കാൻ പറ്റാത്ത സമയത്ത്, ഈ പാർട്ടി ഫുൾ തകർന്ന് കിടന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ എഫേർട്ടും ഹാർഡ് വർക്കും കൊണ്ട് പൊക്കിയെടുത്തൊരു പാർട്ടി ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുമാതിരി മറ്റേ സ്വഭാവം കാണിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഈ ഒരു ഇലക്ഷൻ ജയിച്ച് കഴിയുമ്പോഴത്തേക്കും സാധാരണ ഓപ്പോസിങ് പാർട്ടി ആയിരിക്കും സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. ഈ തവണ LDF പ്രശ്നം ഉണ്ടാക്കുന്നില്ല. LDF പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്താണെന്നറിയോ? UDF പാർട്ടിക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും, പാർട്ടിക്കകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാം. അതായത് എത്ര ഇതാണ്. അതായത് ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ, ഉമ്മൻചാണ്ടിനെ ഭയങ്കര ഇതായിട്ട് കാണുന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ കീറുന്നുണ്ട് ആരൊക്കെയോ. എനിക്കറിയാം എന്തിൻ്റെ ബേസിസിലാണെന്ന്. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ ഒട്ടുമിക്ക ആഗ്രഹവും VD സതീശൻ CM ആയിട്ട് വരണമെന്ന് തന്നെ ആഗ്രഹം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ജനങ്ങളുടെ ഇതല്ലേ വാക്കല്ലേ നോക്കേണ്ടത്. ഇത് ഒരുമാതിരി ഇപ്പോൾ VD സതീശനെ മാറ്റി നിർത്തിയിട്ട് KC ആക്കി കഴിഞ്ഞാൽ ഇതൊരുമാതിരി പിണറായി വിജയൻ വീണ്ടും വന്ന പോലെ ഒരു പിണറായി വിജയൻ LDFിലുള്ള ഒരു പിണറായി വിജയൻ UDFിലുള്ള പിണറായി വിജയനായി മാറിത്തീരുന്നുള്ളൂ. അതൊരു 3.0 വന്ന പോലെ ഇരിക്കും. മറ്റേത് ചുവപ്പാണെങ്കിൽ ഇവിടെ നീല കളറിലുള്ള ഒരു പിണറായി വിജയനാണെന്ന് പറയാനേ പറ്റത്തുള്ളൂ. ആൾക്കാരുടെ ആഗ്രഹം എന്താ? ആൾക്കാരുടെ ആഗ്രഹം VD സതീശനാണെങ്കിൽ അത് മാനേജ് ചെയ്യുക, പാർട്ടി ചെയ്യുക. പാർട്ടിക്കാരെ അകത്തുള്ള MLA ആണ് ഓക്കെ, അകത്തുള്ള MLAമാരാണ് ഈ CMനെ തിരഞ്ഞെടുക്കുന്നത്, ഓക്കെ സമ്മതിച്ചു. പക്ഷേ ജനങ്ങളുടെ അഭിപ്രായം കൂടെ മാനിക്കണ്ടേ? നിങ്ങൾ വോട്ട് ചോദിച്ചു വരുന്നത് ജനങ്ങളോട് തന്നെയല്ലേ? ഇതൊക്കെ കാണുന്നത് ജനങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ ഓരോ പാർട്ടിക്കും നിങ്ങൾ ജയിപ്പിച്ച് വിടുന്ന ഈ ജനങ്ങളെ മണ്ടന്മാരാക്കുന്നതിന് തുല്യമല്ലേ നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്?
ഒരു വശത്ത് അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ അധികാരത്തിൽ കയറിയിട്ടില്ല. കയറുന്നതിന് മുന്നേ ഇവർ കുറേ വാഗ്ദാനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് KSRTCയിൽ ബസ് പെണ്ണുങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളും അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നടപ്പിലാക്കാനായിട്ട് ഇവർ കുറച്ച് ഇനിഷ്യേറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്താൽ മറ്റേ ഇതിൻ്റെ ഒരു ദിവസം KSRTC എത്ര പെണ്ണുങ്ങൾ കയറുന്നതിൻ്റെ കുറച്ച് രേഖകളും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടുള്ള സർവേ നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും മാനിക്കാണ്ട് ഗണേഷ് കുമാർ ഇപ്പോൾ കുറേ സ്റ്റേറ്റ്മെൻറ്റായിട്ട് വന്നിരിക്കുക. അത് നടക്കുന്ന കാര്യമൊന്നുമില്ല, അത് വെറും വാഗ്ദാനമാണ്, ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് ഗണേഷ് കുമാറിന് ഇപ്പം പറയേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പദ്ധതി ഒരു 6 മാസം സമയം കൊടുക്കുക. 6 മാസത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് പറയുന്നതിൽ അധികാരമുണ്ട്. ഇവർ അധികാരത്തിൽ പോലും CM ആരാന്ന് പോലും ഇതുവരെയായിട്ട് ഉറപ്പായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുഴ എത്തുമ്പോൾ വാഴ വെട്ടുന്ന പരിപാടി ചെയ്യുന്നത് അത്രയും ശരിയായിട്ടുള്ള കാര്യമല്ല ഗണേഷ് കുമാർ ചെയ്യുന്നത്. ഗണേഷ് കുമാർ എന്നത് കാര്യമായിട്ട് UDFൻ്റെ കുറേ കാര്യങ്ങൾ, ഇത് പോരായ്മകൾ, വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ് അവർ കൊടുക്കുകയുള്ളൂ, അവർ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല, നടക്കാത്ത കാര്യങ്ങളൊക്കെയാണെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു 6 മാസം സമയം കൊടുക്കും, നടന്നില്ലെങ്കിൽ നിങ്ങൾ വിമർശിക്കൂ. അല്ലാത്ത പക്ഷം ചുമ്മാ അവർ കയറിയിട്ടില്ല, അധികാരത്തിലോട്ട് കയറിയിട്ടില്ല, ആരാ വരുന്നതെന്നൊന്നും ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പദ്ധതി നടന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വിമർശിക്കൂ. അപ്പോൾ ഇവർ ചുമ്മാ ഒരു സ്റ്റഡി നടത്താണ്ട് ചുമ്മാ എല്ലാ പെണ്ണുങ്ങൾക്കും ഫ്രീ ആയിട്ട് കൊടുക്കും, മറ്റേ ഈ ബസ് സർവീസ് ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് പറയാനായിട്ട് അത്രയും മണ്ടന്മാരല്ലല്ലോ UDFകാർ. അപ്പോൾ എന്തെങ്കിലും ഒരു ബേസിക് സ്റ്റഡീസും ഇതൊക്കെ നടത്തിക്കൊണ്ടല്ലേ ഇത്. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലും മറ്റേ ഇതൊക്കെ ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നത്, ബസ് സർവീസൊക്കെ ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നത്. അത് മാറി കഴിഞ്ഞിട്ടല്ല മറ്റേ കോളേജ് പിള്ളേർക്കൊക്കെ ലാപ്ടോപ്പ് 10-35 വിലയുള്ള ലാപ്ടോപ്പ് ഓരോ സ്റ്റുഡൻസിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന തമിഴ്നാട് സർക്കാരിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന കേരളത്തിൽ നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റും. നമ്മൾ കക്കാണ്ടിരുന്നാൽ മതി. നിങ്ങളെപ്പോലെ LDF പോലെ കക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ, കക്കാണ്ട് കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്തായാലും കേരള സർക്കാരിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് തമിഴ്നാട് സർക്കാരിൽ വേറെ ട്വിസ്റ്റൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ആര് CM ആവും? അതായത് വിജയ്ക്ക് ഒരു 108 സീറ്റ് കയ്യിലുണ്ട്, 110 സീറ്റ്, 110 സീറ്റ് കയ്യിലുണ്ട് എന്ന് പറയും. പിറ്റേ ദിവസത്തെ ന്യൂസിൽ പറയും വിജയ്ക്ക് 115 സീറ്റ് ഉണ്ടെന്ന് പറയും. പിറ്റേ ദിവസം പറയും വിജയ്ക്ക് 120 സീറ്റായെന്ന് പറയും. പിന്നെ പറയും 2 പേര് പോയെന്ന് പറയും, അവർക്ക് പിന്തുണയില്ല, ഗവർണറിൻ്റെ സംശയമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറയുന്നത്. അതായത് വിജയ് ഇന്ന് CM ആവും, നാളെ CM ആവും എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു. അതിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ADMKയും DMKയും ഇവർ തമ്മിൽ പണ്ട് തൊട്ടേ ഭയങ്കര ശത്രുക്കളായിരുന്നു. ഇപ്പോൾ വിജയനെ ആക്കാതിരിക്കാണ്ട് ഇവർ രണ്ടുപേരും അലയൻസ് ചേർന്ന് നടത്തുന്നുള്ള പദ്ധതി കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിക്വസ്റ്റ് ലെറ്ററൊക്കെ ഗവർണറിന് കൊടുത്തതിൻ്റെ ഒരു ഇതൊക്കെ ലീക്കായിട്ടുണ്ട്. അതായത് ഇവർക്കും അലയൻസ് ഫോം ചെയ്യാനായിട്ട്, അതായത് ADMKക്ക് അലയൻസ് ഫോം ചെയ്യാനുള്ള റിക്വസ്റ്റ് ഗവർണർ അപ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതേപോലെ റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗവർണറിന്. അപ്പോൾ വിജയ് ഇന്ന് CM ആവും എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ജസ്റ്റ് 2 സീറ്റിൻ്റെ കാര്യം കൂടെ ഉള്ളൂ. ഏകദേശം 116 ആയി. ഇനിയിപ്പോൾ ഇന്ന് 2 സീറ്റും കൂടെ ഏകദേശം കൺഫേം ആവുമെന്നാണ് പറയുന്നത്. അത് കൺഫേം ആയി കഴിഞ്ഞാൽ വിജയ് CM ആവും. അപ്പോൾ അതിൻ്റെ ഒരു വർഷത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണെന്ന് അറിയത്തില്ല. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.